ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ നോമ്പുകാലം കൃപയുടെ അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കി തൻ്റെ പാപങ്ങളും അപരാധങ്ങളും കണ്ടെത്തി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നോമ്പും ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയും വഴി തൻ്റെ പാപത്തിനും അതുപോലെ തന്നെ അപരാധങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്ത് വരും കാലങ്ങളിൽ മാനസാന്തരത്തിന് യോജിച്ച ജീവിതം ഉറപ്പുവരുത്തുവാൻ ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മളെ കഴിഞ്ഞുപോയ പാപങ്ങൾ തിരിച്ചറിയണം. പാപബോധമുണ്ടാകണം, പശ്ചാത്താപമുണ്ടാകണം, മാനസാന്തരമുണ്ടാകണം. മാനസാന്തരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദാനധർമ്മത്തിലൂടെയും പ്രാർത്ഥന വഴിയും നോമ്പും ഉപവാസവും വഴിയും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതലായി അടുക്കുക. അതിനായി നമ്മൾക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം കൃപയുടെ കാലം സ്വീകരിക്കുവാൻ വേണ്ടി കൃപയുടെ കാലത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ഈ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ ഉയർപ്പ് തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മളെ ദൈവം അതിന് സഹായിക്കും. മാനസാന്തരത്തിന് വേണ്ടി ആദ്യമേ മുൻകൈയെടുക്കുന്നത് ദൈവമാണ്. നമ്മളെ വിശദീകരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയം ദൈവത്തിനുണ്ടെ തുറന്നു കിടക്കുകയും അവൻ്റെ വചനങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും ചെയ്യാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.